ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിലേക്ക് കടക്കാം. നിർബന്ധിത വധശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യം മലേഷ്യ. നിർബന്ധിത വധശിക്ഷ നിർത്തലാക്കാൻ നിയമം പാസാക്കിയ രാജ്യം മലേഷ്യ. നാറ്റോയിൽ അംഗമാകുന്ന 31ാം രാജ്യം ഫിൻലാൻഡ്. നാറ്റോയിൽ അംഗമാകുന്ന 31ാം രാജ്യം ഫിൻലാൻഡ്. ഇൻ്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആയി ആചരിക്കുന്ന ദിവസം മാർച്ച് 30. ഇൻ്റർനാഷണൽ സീറോ വേസ്റ്റ് ഡേ ആയി ആചരിക്കുന്ന ദിവസം മാർച്ച് 30. ദ്രാവക ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഫെറി MF ഹൈഡ്ര. ദ്രാവക ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യ ഫെറി MF ഹൈഡ്ര. ഏത് ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ആദ്യ ഓപ്പറേഷണൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റാണ് ടൈഫ 1? കെനിയ. ഏത് ആഫ്രിക്കൻ രാജ്യത്തിൻ്റെ ആദ്യ ഓപ്പറേഷണൽ എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റാണ് ടൈഫ 1? കെനിയ. 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് വേദിയാകുന്ന രാജ്യം ഖത്തർ. 2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിനു വേദിയാകുന്ന രാജ്യം ഖത്തർ. എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ ACI റിപ്പോർട്ട് പ്രകാരം 2022 ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം അറ്റ്ലാന്റ. എയർപോർട്ട് കൗൺസിൽ ഇൻ്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം 2022 ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളം അറ്റ്ലാന്റ. രാജ്യാന്തര ഫുട്ബോളിൽ 100 ഗോൾ നേട്ടം കൈവരിക്കുന്ന ആദ്യ ലാറ്റിനമേരിക്കൻ ഫുട്ബോളർ ലയണൽ മെസ്സി. രാജ്യാന്തര ഫുട്ബോളിൽ 100 ഗോൾ നേട്ടം കൈവരിക്കുന്ന ആദ്യ ലാറ്റിനമേരിക്കൻ ഫുട്ബോളർ ലയണൽ മെസ്സി. ഇന്ത്യയിലെ പുതിയ US അംബാസിഡർ എറിക് ഗാർസെറ്റി. ഇന്ത്യയിലെ പുതിയ US അംബാസിഡർ എറിക് ഗാർസെറ്റി. രാജ്യാന്തര പുരുഷ 2020 മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ ഓൺ-ഫീൽഡ് അമ്പയർ കിം കോട്ടൺ. രാജ്യാന്തര പുരുഷ 2020 മത്സരം നിയന്ത്രിച്ച ആദ്യ വനിതാ ഓൺ-ഫീൽഡ് അമ്പയർ കിം കോട്ടൺ. നാസയുടെ മൂൺ ടു മാർസ് പ്രോഗ്രാമിൻ്റെ തലവനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അമിത് ക്ഷത്രിയ. നാസയുടെ മൂൺ ടു മാർസ് പ്രോഗ്രാമിൻ്റെ തലവനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അമിത് ക്ഷത്രിയ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ആദ്യത്തെ ഇമ്പാക്റ്റ് പ്ലെയർ തുഷാർ ദേശ്പാണ്ഡെ, ചെന്നൈ സൂപ്പർ കിങ്സ്. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ ആദ്യത്തെ ഇമ്പാക്റ്റ് പ്ലെയർ തുഷാർ ദേശ്പാണ്ഡെ, ചെന്നൈ സൂപ്പർ കിങ്സ്. 2020 ക്രിക്കറ്റിൽ 300 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം യുസ്വേന്ദ്ര ചെഹൽ. 2020 ക്രിക്കറ്റിൽ 300 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം യുസ്വേന്ദ്ര ചെഹൽ. ദ ഇന്ത്യൻ പ്രസിഡന്റ് ആൻഡ് ഇൻസൈഡേഴ്സ് അക്കൗണ്ട് ഓഫ് ദ സെയിൽസിംഗ് ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആര്? KC സിംഗ്. ദ ഇന്ത്യൻ പ്രസിഡന്റ് ആൻഡ് ഇൻസൈഡേഴ്സ് അക്കൗണ്ട് ഓഫ് ദ സെയിൽസിംഗ് ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആര്? KC സിംഗ്. 2023 ആഷസ് ടെസ്റ്റ് പരമ്പര നിയന്ത്രിക്കുന്ന അമ്പയർമാരുടെ പാനലിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ നിതിൻ മേനോൻ. 2023 ആഷസ് ടെസ്റ്റ് പരമ്പര നിയന്ത്രിക്കുന്ന അമ്പയർമാരുടെ പാനലിൽ ഇടം നേടിയ ഇന്ത്യക്കാരൻ നിതിൻ മേനോൻ. G20 ഷെർപ്പ ഉപസമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം കുമരകം. G20 ഷെർപ്പ ഉപസമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം കുമരകം. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ BCCI വാർഷിക കരാർ പട്ടികയിൽ ഉൾപ്പെട്ട മലയാളി താരം സഞ്ജു സാംസൺ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ വാർഷിക കരാർ പട്ടികയിൽ ഉൾപ്പെട്ട മലയാളി താരം സഞ്ജു സാംസൺ. G20 എംപവർ മീറ്റിങ്ങിന് വേദിയായ കേരളത്തിൽ നിന്നുള്ള നഗരം തിരുവനന്തപുരം. G20 എംപവർ മീറ്റിങ്ങിനു വേദിയായ കേരളത്തിൽ നിന്നുള്ള നഗരം തിരുവനന്തപുരം. പ്രഥമ കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ അംബാസിഡർ ആയ മുൻ ഫുട്ബോൾ താരം IM വിജയൻ.
പ്രഥമ കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിൻ്റെ അംബാസിഡർ ആയ മുൻ ഫുട്ബോൾ താരം IM വിജയൻ. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്